ഹലോ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എന്നോട് മെസ്സേജ് ചോദിച്ചു, സാറേ ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്നുണ്ട്, എക്കണോമിക്സ് എടുത്തിരിക്കുന്നത്, അപ്പോൾ എക്കണോമിക്സിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ 2024-25 കാലഘട്ടം മുതലുള്ള നമ്മുടെ FIUGP നിങ്ങൾക്കറിയാം 4 ഇയർ UG പ്രോഗ്രാമാണ്. അപ്പോൾ ഈ FIUGPയുടെ സിലബസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിലബസിലുള്ള ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നാളെ 26 നവംബർ 2024 നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന പേപ്പറിന് നിങ്ങൾ പഠിച്ചിരിക്കുന്ന മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ സിലബസിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, 2024 മുതലുള്ള ഈ FIUGP എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. എന്ത് പഠിക്കണമെന്ന് ഓരോ അറിയാം അല്ലേ? എക്കണോമിക്സിൻ്റെ ആകെ മൊത്തം അറിയുന്ന ഒരു കാര്യം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സാധാരണ നമുക്ക് പ്ലസ് 1 പ്ലസ് 2 വരുന്ന പോലെ തന്നെ 80 മാർക്കിനായിരുന്നു പഴയ സ്കീമിൽ നമുക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ഓൾഡ് സ്കീം പ്രകാരം നമുക്ക് 80 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ സ്കീം പ്രകാരം, നിങ്ങളുടെ ന്യൂ സ്കീം പ്രകാരം നിങ്ങൾക്ക് 70 മാർക്കിൻ്റെ പരീക്ഷയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ 30 മാർക്കിന് ഇപ്പോൾ ഓൾറെഡി കോളേജിൽ എന്തായിരിക്കും ഇൻറ്റേർണൽ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇനി ബാക്കിയുള്ള 70 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, എക്സ്റ്റേണൽ എക്സാം ഉണ്ടാവുക. അപ്പോൾ ആ എക്സ്റ്റേണൽ എക്സാമിന് പഠിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ BA എക്കണോമിക്സ് ഹോണേഴ്സ് ഡിഗ്രിയുടെ കാര്യമാണ് പറയുന്നത്. BA ഹോണേഴ്സ് ഡിഗ്രി നിങ്ങൾക്കറിയാം, ഡബിൾ മെയിൻ ഒക്കെ വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഹോണേഴ്സ് ഡിഗ്രിക്ക് നിങ്ങൾ പഠിക്കേണ്ട സിലബസിൻ്റെ കാര്യമാണ്. ഇനി ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ മാത്രമല്ല, ബാക്കിയുള്ള കോളേജുകളിലായിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണ്. കാരണം എന്താ പറയുക, നിങ്ങൾക്കും ഏകദേശം ഇതേപോലുള്ള കണ്ടൻറ്റുകൾ തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന വേറെ ഇതുമല്ല, BA എക്കണോമിക്സിൻ്റെ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ ഉണ്ട്. ആ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട മേജർ പേപ്പർ എന്ന് പറയുന്നത് വേറെ ഇതല്ല, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് പറയുന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 70 മാർക്കിലേക്കാണ് എക്സ്റ്റേണൽ ഉണ്ടാവുക. ഇൻറ്റേർണൽ ഓൾറെഡി കോളേജിൽ 30 മാർക്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ആകെ മൊത്തം 100ലാണ് നിങ്ങളുടെ മാർക്ക് വരിക. അപ്പോൾ 70 മാർക്കിൽ നിങ്ങൾ ഒരു മിനിമം ഒരു 40% അല്ലെങ്കിൽ 50% മാർക്ക് വരുമ്പം 35 മാർക്കെങ്കിലും എങ്ങനെ സ്കോർ ചെയ്യുക, ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ നിങ്ങൾ പഠിക്കേണ്ടത്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സിൻ്റെ കുറച്ച് തിയറികളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്കിതിൽ പഠിക്കാനുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് BA എക്കണോമിക് ഓണേഴ്സിൻ്റെ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് വേറെ ഏതുമില്ല, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ മേജറാണ്. അപ്പോൾ ഈ പറഞ്ഞ മേജറിൽ നിങ്ങൾ പഠിക്കേണ്ടത് നമ്മൾ പറഞ്ഞു മൊത്തം നമുക്ക് ഉണ്ടാവുക 70 മാർക്കിൻ്റെ എക്സാം ഉണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾ പഠിക്കേണ്ട മെയിൻ ഏരിയകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ ഏരിയകളാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റ്, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ, നമുക്കറിയാം ആകെ മൊത്തം നമുക്ക് വരുന്ന മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടിട്ടുണ്ട് 5 മൊഡ്യൂൾസാണ് നമുക്ക് വരിക. അതായത് 5 ചാപ്റ്ററുകളാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന 5 യൂണിറ്റുകൾ എന്ന് പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ 5 ചാപ്റ്ററുകളാണ് നമുക്ക് ഉണ്ടാവുക പഠിക്കാൻ. അതിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ പറഞ്ഞ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കേണ്ടി വരിക. രണ്ടാമത്തെ ചാപ്റ്ററാണ് തിങ്കിങ് ലൈക്ക് ആൻ എക്കണോമിസ്റ്റ്. ഓക്കെ, തുടക്കത്തിൽ തന്നെ നിങ്ങളൊരു എക്കണോമിക്സിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി കൊണ്ടുവന്നതാണ്. ദെൻ അതിനുശേഷം തേർഡ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നത് ലിമിറ്റ്സ്, ഓൾട്ടർനേറ്റീവ് ആൻഡ് ചോയ്സ് എന്ന് പറയുന്നതാണ്. അതിനുശേഷം ഫോർത്ത് ചാപ്റ്റർ വരുന്നത് ദ മാർക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നതാണ്. ആൻഡ് ഫൈനലി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗം കൂടിയാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരുന്നത് ഈ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ പറഞ്ഞ പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ്സും സെമിനാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഫലത്തിൽ നമുക്ക് ആകെ 4 ചാപ്റ്റർ പഠിക്കാനുള്ളൂ. ഓക്കെ, 4 ചാപ്റ്റർ പഠിക്കാനുള്ളൂ. ഈ 4 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്ററുകളാണ്. ഇതാന്ന് നോക്കി നിങ്ങളുടെ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് 4ാമത്തെ ചാപ്റ്റർ, ദ മാർക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അത് 25 വെയിറ്റേജ് അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 25 വെയിറ്റേജ് വന്നിരിക്കുന്ന ചാപ്റ്ററിലായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകുക. പിന്നെ നിങ്ങൾക്ക് വരുന്ന ബാക്കിയുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ ഈ 4ാമത്തെ ചാപ്റ്ററിനേക്കാൾ കുറച്ച് താഴെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈ പറഞ്ഞ 3ാമത്തെയും 2ാമത്തെയും. അവിടെ വെയിറ്റേജ് 15 വീതമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 15 വീതം വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ കാണുന്ന നോക്കിക്കോളൂ, നിങ്ങളവിടെ കാണുന്നുണ്ടാവും ഈ പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിലും 15ആണ് വെയിറ്റേജ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ചെയ്ത് ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട, നമ്മുടെ ഫോർത്താണ് ദ മാർക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന മൊത്തം നോക്കി 25, 15, 40, 40, 30, 70 കണ്ടല്ലോ. ഈ പറയുന്ന രീതിയിലായിരിക്കും നമുക്ക് 70 മാർക്കിന് പരീക്ഷ ഉണ്ടാവുക. അപ്പം 70 നിങ്ങളെ കൊണ്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, മിനിമം ഒരു 35 മാർക്കിനുള്ള കണ്ടൻറ്റ് എന്ത് ചെയ്യുക, ഞാനത് തരാം. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ തൊട്ടതായി കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഇപ്പോൾ എനിക്കറിയാം ലാസ്റ്റ് മൊമെൻറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് കണ്ടൻറ്റ് എടുക്കുന്നത് ഗ്രിഗറി മാൻഗ്യൂ, ഒരു പക്ഷേ നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ ആദ്യമായിട്ട് കേട്ട പേരായിരിക്കും ഗ്രിഗറി മാൻഗ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകമുണ്ട്, ഞങ്ങൾ PG പഠിക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്തൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ മൊഡ്യൂൾ 1ൻ്റെയും മൊഡ്യൂൾ 2ൻ്റെയും കണ്ടൻറ്റ് എടുത്തിട്ടുള്ളത്. അതേപോലെ ജോസഫ് സ്റ്റിഗ്ലിറ്റ്സിൻ്റെയും അതേപോലെ വാൽസിൻ്റെയും ബുക്കുണ്ട് എക്കണോമിക്സ് എന്ന് പറഞ്ഞത്. അതിൽ നിന്നാണ് നിങ്ങളുടെ മൊഡ്യൂൾ 2ൻ്റെ കുറച്ച് കണ്ടൻറ്റ് എടുത്തിട്ടുള്ളത്. അതേപോലെ ബാക്കി നിങ്ങളുടെ മൊഡ്യൂൾ 3ഉം 4ഉം അത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ പറഞ്ഞ മെക്കോണലിൻ്റെയും അതേപോലെ ബ്രൂഡേയും ഫ്ലിന്നിൻ്റെയൊക്കെ ഈ പറഞ്ഞ എക്കണോമിക് പ്രിൻസിപ്പിൾസ്
റൂൾസ് പ്രോബ്ലംസ് ആൻഡ് പോളിസീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്നാണ് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന 3ാമത്തെയും 4ാമത്തെയും മോഡ്യൂൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമുക്കൊന്ന് പഠിച്ച് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, തൊട്ടതായി കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ടാവും, ഉടനെ തന്നെ വീഡിയോ വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി ആരെങ്കിലും ഈ പറഞ്ഞ എക്കണോമിക്സ് എടുത്തതിൻ്റെ പേരിൽ സാറ് പറഞ്ഞിട്ടാണ് എക്കണോമിക്സിനോട് സ്നേഹം തുടങ്ങിയത്, അങ്ങനെ സ്നേഹം തുടങ്ങിയിട്ടാണ് എക്കണോമിക്സ് എടുത്തത് സാറേ, ഇപ്പം മണ്ടത്തരായി തോന്നുന്നുണ്ട്, ആ മണ്ടത്തരാണെന്നുള്ളത് മാറ്റി പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ശ്രമം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ശ്രമത്തിന് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.